PV അൻവറിന് പിന്തുണയുമായി LDF നഗരസഭാ കൗൺസിലർ. JDS ദേശീയ കൗൺസിൽ അംഗവും നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ ഇസ്മയിൽ എറിഞ്ഞിക്കലാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത്. ഇന്ന് 10 മണിക്ക് അംഗത്വം സ്വീകരിക്കും. JDSലെ ഒരു വിഭാഗം ഭാരവാഹികളും TMCയിലേക്ക് എത്തുമെന്നാണ് സൂചന. ആദ്യം ഇസ്മയിൽ എറിഞ്ഞിക്കലിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. PV അൻവർ ഉന്നയിക്കുന്നത് പോലീസിലെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുടെ പിടിമുറുക്കം കേരളത്തിലെ പോലീസ് പിണറായി എന്ന് പറഞ്ഞതാണ്. PV അൻവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ ഉന്നയിച്ചതാണ്. അതായത് ജിഫ്രി വധക്കേസ് മുതൽ സുജിദാസ് എംപിയുടെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഴിമതികളും ഈ കൊള്ളരായ്മയും സംഘീവൽക്കരണം തുറന്നു കാണിച്ചത് ഞാൻ. അതുതന്നെയാണ് ആര് തുറന്നു കാണിച്ചിട്ടുള്ളത്? PV അൻവറും. ഇതിന് അൻവർ ഇറങ്ങുന്ന ഈ മുദ്രാവാക്യത്തിൻ്റെ കൂടെ ഞങ്ങളും അണിചേരുകയാണ്. തൃണമൂലിൽ പാർട്ടി അംഗമായി ജോയിൻ ചെയ്യാൻ? അതെ, തൃണമൂലിൽ പാർട്ടി അംഗമായി ജോയിൻ ചെയ്യാനാണ്. അപ്പം നമ്മളെ കൂടെ അംഗത്തെടുക്കും. ഈ നിയോജക മണ്ഡലത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഭാരവാഹികളും, മണ്ഡലം ഭാരവാഹികൾ, നിയോജക മണ്ഡലം ഭാരവാഹികൾ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മണ്ഡലം സെക്രട്ടറിമാർ, യൂത്ത് വിംഗ് നേതാക്കന്മാർ, അങ്ങനെ 90% വരുന്ന JDSന്റെ പ്രവർത്തകരും എൻ്റെ കൂടെയാണ്. എല്ലാവരും തൃണമൂൽ അംഗത്വം സ്വീകരിക്കും. അംഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അംഗത്തെ സ്വീകരിച്ചുകൊണ്ട് തൃണമൂലിന് വേണ്ടിയിട്ട് അൻവറിന് വേണ്ടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ അഷ്കർ അലി കരിമ്പയുണ്ട് നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, ഇപ്പോൾ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു. PV അൻവറിന്റെ തന്ത്രപരമായ നീക്കം. JDS നേതാവ് ഇസ്മയിൽ എറിഞ്ഞിക്കൽ TMCയിലേക്ക് എന്നതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത. ഇന്നിപ്പോൾ പാർട്ടിയിൽ ചേരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ അഷ്കർ അലി? അരുൺ, ഇന്ന് 11 മണിക്ക് JDSന്റെ സഹഭാരവാഹികളെ അടക്കം ചേർത്തുകൊണ്ട് PV അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ ഇസ്മയിൽ എറിഞ്ഞിക്കൽ പറയുന്നത്. നിലവിൽ LDF മുന്നണിയുടെ ഭാഗമായി JDSന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് 23-ാം വാർഡ് മുണ്ടക്കുന്നിൽ ഈ ഇസ്മയിൽ എറിഞ്ഞിക്കൽ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ നഗരസഭയിലെ 23-ാം കൗൺസിലറായിട്ടുള്ള ഇസ്മയിൽ എറിഞ്ഞിക്കലാണ് ഇപ്പോൾ മുന്നണി വിട്ട് പാർട്ടി വിട്ട് തൃണമൂൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിയുടെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്മയിൽ എറിഞ്ഞിക്കൽ പറയുന്നത് താൻ മാത്രമല്ല, നിലമ്പൂർ മണ്ഡലം നേതാക്കളും അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, യൂത്ത് നേതാക്കളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അംഗത്വം എടുക്കുമെന്ന കാര്യം കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഥവാ JDSന്റെ 90% വരുന്ന പ്രവർത്തകരും PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ ഇസ്മയിൽ എറിഞ്ഞിക്കൽ പങ്കുവച്ചിരിക്കുന്നതിൽ പ്രധാന കാരണമായി പറയുന്നത് JDSന്റെ ദേശീയ നേതൃത്വം ദേവഗൌഡയാണെങ്കിലും അതുപോലെയുള്ള ദേശീയ നേതൃത്വമൊക്കെ തന്നെ BJPയുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് മന്ത്രി കൃഷ്ണൻകുട്ടിയാണെങ്കിലും മാത്യു ടി തോമസും ഒക്കെ ആണെങ്കിലും CPMുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ BJP CPM തമ്മിലുള്ള ഒരു അന്തധാരയായി ഈ JDS മാറുന്നു. അതിനോടൊപ്പം തന്നെ അൻവർ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങൾ, പോലീസിനെതിരെയുള്ള വിഷയങ്ങൾ, അതൊക്കെ തന്നെ താൻ നേരത്തെ പലപ്പോഴും പറഞ്ഞു വെച്ച വിഷയങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ഈ രണ്ട് നിലപാടുകളും ഉയർത്തിക്കാട്ടി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാക്കാനാണ് തീരുമാനമെന്നാണ് ഇസ്മയിൽ എറിഞ്ഞിക്കൽ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ JDSന്റെ മുഴുവൻ പ്രവർത്തകരും PV അൻവറിന് വേണ്ടി നിലമ്പൂർ മണ്ഡലത്തിലെ പ്രചാരണത്തിനിറങ്ങുമെന്ന് കൂടിയാണ് ഇപ്പോൾ ഇസ്മയിൽ എറിഞ്ഞിക്കൽ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും ഇനി എന്തൊക്കെ കൂറുമാറ്റങ്ങളും ചുവടുമാറ്റങ്ങളും വിക്കറ്റ് വീഴ്ചകളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിന്റെ ആദ്യത്തെ ചുവട്ടുപടിയാണ് ഇന്നിപ്പോൾ ഇസ്മയിൽ എറിഞ്ഞിക്കലിന്റെ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള അംഗത്വം. ഫസ്റ്റ് റിപ്പോർട്ടർ JDSലെ ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്ന സൂചനയാണ് നൽകുന്നത്. ഒരു കൗൺസിലർ ഇപ്പോൾ JDSൽ നിന്ന് TMCയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ വിക്കറ്റ് വീണു. ഇനി എത്ര വിക്കറ്റുകൾ ആരുടെയൊക്കെ ടീമിൽ നിന്ന് വീഴുമെന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. നിർണായകമാണ്, നാടകീയമാവും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 14 ദിവസമുണ്ട്. 14ാമത്തെ ദിവസമാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്.